പരസ്പരം വേറിട്ട ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. പയ്യന്നൂർ കാനായിലെ മനോജ് മാത്രാടൻ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു ചേർത്ത് തയ്യാറാക്കിയ വേറിട്ട ചിത്രപ്രദർശനം പരസ്പരം. ചിത്രപ്രദർശനത്തിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ടി.ഐ. മധുസൂദനൻ MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ബഹുവർണ്ണങ്ങളിലുള്ള സ്റ്റിക്കറുകൾ സൂക്ഷ്മതയോടെ മുറിച്ചെടുത്ത് ഒട്ടിച്ചു ചേർത്തുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനത്തോടു കൂടി തന്നെ പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഒരു ചിത്ര പ്രദർശനത്തിന് ഇത്രയും ആൾ, നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒന്നായിട്ട് കൂടിയിരിക്കുകയാണ്. ഈ കൂടിയിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു നവീനമായിട്ടുള്ള വഴികളിലൂടെ ചിത്രലോകത്ത് തൻ്റേതായിട്ടുള്ളൊരിടം സ്ഥാപിച്ചെടുക്കുന്നതിൽ മനോജിനെ പോലുള്ളവർ നടത്തുന്ന വലിയ പരിശ്രമം ഇവിടെ ഉണ്ണി പറഞ്ഞതാണ്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു ചിത്രകാരനൊരു ചിത്രം തൻ്റെ മനസ്സിലാശയങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ പാകത്തിൽ അതിന് രൂപം കൊടുക്കുന്നതിന് വേണ്ടി പറ്റും. എന്നാൽ മനോജ് അങ്ങനെയല്ല. എത്രമാത്രം ആത്മസമർപ്പണവും സംയമനവും ക്ഷമയും ഒരു ചിത്രം രൂപപ്പെടുന്നതിൽ വേണമോ അതിൻ്റെ പരമാവധി സമയമെടുത്തിട്ടാണ് ഒരു ചിത്രം മനോജ് പൂർത്തീകരിക്കുന്നത് എന്ന് മനോജ് തന്നെ ആ ചിത്രങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസമോ 2 മാസമോ സ്റ്റിക്കറുകൾ അതിൻ്റെ എല്ലാ ഉദ്ദേശിക്കുന്ന കളറും കിട്ടാനില്ല. പക്ഷേ ഉള്ളതിനെ സംയോജിപ്പിച്ചുകൊണ്ട് തൻ്റെ മനസ്സിലെ വികാരത്തെ ഈ പ്രതലത്തിൽ എങ്ങനെയാണ് പ്രകാശിപ്പിക്കാൻ സാധിക്കുക, അതിനുള്ള ദൈർഘ്യമേറിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് തൻ്റെ ചിത്രരചന വഴി എന്ന് മനോജ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മനോജിന്റെ മകൻ മൃദുൽ ദേവിന്റെ കുരുന്നു കൈകളാൽ തീർത്ത ചിത്രങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഉണ്ണിക്കാനായി സ്വാഗതവും പി ഗംഗാധരൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എബിഎൻ ജോസഫ് മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് പി സന്തോഷ്, KV ലളിത, VV ഗിരീഷ് കുമാർ, P സുരേഷ്, KV പ്രശാന്ത് കുമാർ, പ്രിയ ഗോപാൽ, രാധാകൃഷ്ണൻ കാനായി, C മധുസൂദനൻ മാസ്റ്റർ, P ഭാസ്കരൻ, മനോജ് മാത്രാടൻ എന്നിവർ സംസാരിച്ചു. കലേഷ് കലാലയ നന്ദിയും പറഞ്ഞു. 27 രാവിലെ 10 മണിക്ക് മനോജ് മാത്രാടൻ്റെ സ്റ്റിക്കർ ആർട്ട് ഡെമോൺസ്ട്രേഷൻ നടക്കും. ജില്ലാ ചിത്രകലാ പരിഷത്ത് പ്രസിഡന്റ് പ്രമോദ് അടുത്തില പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 30 വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിക്കും. മുഖ്യാതിഥിയായി KKR വെങ്ങര പങ്കെടുക്കും. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.